അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേറൊന്നുമല്ല, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് മുമ്പിൽ പോകുന്ന വാഹനത്തിൽ നിന്നും നമ്മുടെ വണ്ടിക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അത് പലപ്പോഴും നമുക്ക് സംശയമാണ്. തൊട്ടടുത്ത് ഇടിക്കാതെ പോയാൽ പോരെ, അല്ലെങ്കിൽ കുറച്ച് പുറകിൽ പോയാൽ പോരെ. ഇതെന്താണ് ഇതിനുള്ള ശരിക്കുള്ള വശം നമുക്ക് നോക്കാം. അതായത് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളൊരു ഹസാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് നമുക്കൊരു വാഹനം നിർത്തേണ്ടതായ ഒരു സാഹചര്യം നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ, അതായത് നമ്മുടെ കണ്ണിൽ വിഷ്വലായിട്ട് നമുക്ക് കിട്ടുന്നത് ബ്രെയിനിലോട്ട് ചെന്നിട്ട് നമ്മുടെ കൈകാലുകൾ പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് സമയം ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ കാണുന്ന കാഴ്ചയിൽ നിന്നും നമ്മുടെ ബ്രേക്ക് പെഡലിലോട്ട് കാല് പോകുന്നതിന് ഒരു ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. ആ സമയത്ത് നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം എന്ത് ചെയ്യുന്നത്, പതുക്കെ എന്ത് ചെയ്യും, സ്ലോ ആകാൻ തുടങ്ങും. ഈ സ്ലോ ആകെ തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെന്ന് കാണുന്ന ആ ഹസാർഡിനെ ഇടിക്കാതെ നമ്മൾ നിർത്തുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് ബ്രേക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്പീഡ് കുറവാണെങ്കിൽ മുമ്പിൽ പോകുന്ന വാഹനത്തിൽ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് മതിയാകും. നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മളൊരു ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുമ്പിലത്തെ വാഹനം 70-80 കിലോമീറ്റർ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഏകദേശം അതേ സ്പീഡിൽ തൊട്ട് പുറകെ തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഫ്രണ്ടിൽ പോകുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയാണെങ്കിൽ നമ്മുടെ വണ്ടി എന്ന് പുറകിൽ ചെന്ന് ഇടിക്കും. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രിയിൽ എനിക്ക് ലൈസൻസ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഒരു വണ്ടിയുടെ പുറകിൽ ചെന്ന് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ ഫൈൻ വരുന്ന ആർക്കാരെന്ന് അറിയാമോ? ഫ്രണ്ടിൽ വാഹനം ഓടിക്കുന്ന ആളല്ല. ഫ്രണ്ടിൽ പോകുന്ന ആൾ ഏത് രീതിയിലും വാഹനം നിർത്തിക്കോട്ടെ, പെട്ടെന്ന് അപകടം കണ്ട രീതിക്ക് നമ്മൾ വാഹനം നിർത്തി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് വണ്ടി നിർത്തി. പക്ഷെ നമ്മൾ പുറകിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫൈൻ വരുന്നതും ബ്ലാക്ക് പോയിന്റ് വരുന്നതും പുറകിൽ വാഹനം ഓടിക്കുന്ന ആളായിരിക്കും. കാരണം വേറൊന്നുമല്ല, ഒരു വാഹനം നമ്മൾ റോഡിൽ ഓടിക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫ്രണ്ടിൽ പോകുന്ന വാഹനം പെട്ടെന്ന് നിർത്തേണ്ട സാഹചര്യം വന്നു. നമ്മൾ നിർത്തി, നമ്മൾ തീരുമാനിച്ചു നമുക്കും ബ്രേക്ക് ഓടണം, പക്ഷെ നമുക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല. അതിനു മുമ്പ് വണ്ടി ചിലപ്പോൾ ചെന്ന് ഇടിച്ചിട്ടുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആലുവയിലാണോ അതോ പെരുമ്പാവൂരാണോ, ആ ഭാഗത്ത് എവിടെയാണോ ഈ വീഡിയോ കണ്ടത്? അവിടെ കണ്ടത് ഒരു 800 ഫ്രണ്ടിൽ പോകുന്ന ട്രക്കിൽ ചെന്നിട്ട് ഇടിച്ചു. വേറൊന്നുമല്ല, ആ 800 ഇടിക്കാൻ കാരണം ഫ്രണ്ടിൽ പോകുന്ന ട്രക്ക് ഇതുപോലെ സിഗ്നൽ പെട്ടെന്ന് നിർത്തി. അപ്പോൾ പുറകിൽ നിന്ന് ചെന്നിട്ട് ഈ 800 കാർ ഇടിക്കുകയും അതിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് കഴുത്തിന് പുറകിൽ പരിക്കൊക്കെ ഏൽക്കുകയും ചെയ്തു. നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാത്തത് മൂലമാണ് പുറകിൽ നിന്ന് ഇടിക്കുന്നത്. അപ്പോൾ പുറകിൽ നിന്ന് ഒരു വാഹനത്തെ ചെന്ന് ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണ ഉത്തരവാദിത്വം വാഹനം പുറകിൽ ഓടിക്കുന്ന ആൾക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുന്ന സമയത്ത് മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. നമ്മുടെ പഴയ വണ്ടികളും ട്രക്കുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, സേഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കീപ്പ് ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള ചില ലെറ്ററിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോൾ ചെന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഗ്യാപ്പ് കൂടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്കൊരു സ്കെയിലോ അല്ലെങ്കിൽ മെഷർമെൻറ്റോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ലഭിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈ എക്സ്പീരിയൻസ് ആണ് അല്ലേ. അപ്പോൾ എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരാൾ എന്ത് സംഭവിക്കുന്നത്, ഇങ്ങനെ ചെന്ന് ഇടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വാഹനം ലൈസൻസ് നമ്മൾ എടുത്തു, നമുക്ക് അല്ലെങ്കിൽ നാട്ടിൽ ഗവൺമെൻറ് നമുക്ക് എന്താണ് പെർമിറ്റ് ചെയ്യണം വാഹനം റോട്ടിൽ ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ പഠിച്ചിറങ്ങി ലൈസൻസായിട്ട് റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം തികഞ്ഞു എന്നൊരു മനോഭാവം. കാരണം എനിക്ക് ലൈസൻസ് കിട്ടിയല്ലോ. പക്ഷേ ശരിക്കും അതല്ല. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വേറൊന്നുമല്ല, അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ഈ പറഞ്ഞ അവർ പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഫോളോ ചെയ്ത് വാഹനം ഓടിക്കുക. പിന്നെ ഈ റോഡ് ഷെയറിംഗ് എന്നൊരു സംഭവമുണ്ട്. അതായത് ഈ റോഡ് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ക്രിട്ടിക്കൽ ഒരു ജംഗ്ഷനിൽ ഒരു ബ്ലോക്ക് വന്നു, അപ്പോൾ എല്ലാവർക്കും ധൃതിയുള്ളവരാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ചിലപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആ ബ്ലോക്ക് അവിടെ മാറിക്കിട്ടും. അങ്ങനെയുള്ള സാഹചര്യം റോഡ് ഷെയറിങ്, അതായത് ഗീവ് അവേ. നമ്മളിപ്പോൾ ജംഗ്ഷനിൽ ചെന്ന് നിർത്തിയിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ സിഗ്നൽ വെച്ചിട്ടുണ്ടാകും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെയിൻ റോഡിലൂടെ പോകുന്ന ആൾക്ക് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, നമുക്ക് എന്തായിരിക്കും സെക്കൻഡ് പ്രയോറിറ്റി. അപ്പോൾ അതുപോലെ പല സ്ഥലങ്ങളിലും പല സിമ്പലുകളും റോഡിൽ വെച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ കണ്ട് എന്താണ് മാക്സിമം നമ്മൾ ഈ റോഡ് ഷെയറിങ്, പിന്നെ സേഫ്റ്റി, അതായത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ റോഡ് അപകടങ്ങളൊക്കെ കുറയും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഓരോ ദിവസം പത്രം എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇതുപോലത്തെ വാർത്തകളാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു യങ് ജനറേഷനാണ് ഇപ്പോൾ ഉള്ളവരല്ലേ. പഴയ ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ കുറഞ്ഞ് ഇപ്പോൾ പുതിയ തലമുറയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് കൂടുതൽ അറിവുണ്ട്. ഇന്ന്
പണ്ടത്തെ ആൾക്കാരെക്കാട്ടും അധികം നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരും ഇതുപോലെ മൊബൈൽ ഉപയോഗിക്കുന്നവരൊക്കെയാണ്. അപ്പം നമ്മുടെ അറിവുകൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിയെടുക്കുക. റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് എന്ത് ചെയ്യണം, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നല്ലോ ഈ എന്താ പറയുന്നത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള എന്ത് പറയാൻ പറ്റും, കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഇത് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഓടിക്കുന്ന ആൾക്ക് കഴിയും. പക്ഷേ വാഹനത്തിൻ്റെ എന്തായിരിക്കണം, കണ്ടീഷനും കൂടെ അനുസരിച്ചായിരിക്കും ഈ വാഹനം ചെന്ന് നിൽക്കുന്നതും ഈ അപകടത്തിൽ നമ്മളൊക്കെ ഒഴിവാകുന്നതും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇത്ര നേരം നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതുപോലെ പുതിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.